ഹായ് ഫ്രണ്ട്സ്, യുവർ ഫാമിലി കൗൺസിലർ അഭിലാഷ് എമ്പത്ത്. ഇന്ന് സൺഡേ പുതിയൊരു ആശയമായി ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നമ്മൾ മൈൻഡ് റിലേറ്റഡ് വിഷയങ്ങളാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് മൈൻഡ് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഒരു ചെറിയൊരു ആശയം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിന് മുമ്പുള്ള 2-3 വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഏകദേശം ഞാൻ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് കംഫർട്ടബിൾ ആക്കുക എന്നുള്ള ഓബ്ജക്റ്റീവിലാണ് എന്നുള്ളതാണ് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം എങ്ങനെയൊക്കെ ലൈഫ് കംഫർട്ടബിൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് യുവർ ഫാമിലി കൗൺസിലർ അഭിലാഷ് എമ്പത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന ആശയങ്ങൾ. അപ്പോൾ മൈൻഡ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ജസ്റ്റ് ഒരു ഡിസ്കഷൻ ഫോമിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആക്ച്വലി നമ്മൾ പറയാറുണ്ടല്ലേ, എൻ്റെ മനസ്സ്, ഒരു കാലത്ത് മനസ്സ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഈ എൻ്റെ കരളേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഒരു ആശയം ഞാൻ എല്ലാവരോടും അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടങ്ങളിലൊക്കെ മനസ്സെന്ന് പറയുന്നത് കരളിൻ്റെ ഭാഗത്തായിരുന്നു. പിന്നെ അങ്ങോട്ട് പ്രൊമോഷൻ നേടി ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി അല്ലേ. പിന്നെ മനസ്സെന്ന് പറയുന്നത് ഹൃദയമാണ് മനസ്സെന്ന് പറയും. അപ്പോൾ ഈ ഹൃദയം എന്ന് പറയുന്നത് മനസ്സുമായിട്ട് ബന്ധമുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ കരൾ ലിവറല്ലേ, ഹൃദയം ഹാർട്ടല്ലേ, അവിടെ മനസ്സാണോ? അതാണോ മനസ്സ്? അല്ലെങ്കിൽ പിന്നെ മനസ്സ് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ചോദ്യം സ്വാഭാവികമായിട്ടും. അപ്പോൾ മനസ്സ് ശരിക്കും എവിടെയാണ്? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം. പറഞ്ഞുതരാം. അപ്പോൾ ശരിക്കും നിങ്ങൾ ഹൃദയമാണ് മനസ്സ് എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ മനസ്സിലൊരു വേദന, മനസ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും തൊടുന്നത് ഹൃദയത്തിൻ്റെ ഈ ഇടത് ഭാഗത്താണ് എങ്കിൽ അതിനർത്ഥം ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻ ഫീലിംഗ്, ഒരു സൈക്കോളജിക്കൽ പെയിൻ ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് അത് ശരിക്കും പ്രതിഫലിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ ഇവിടെയാണ് പെയിൻ വരുന്നതെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ, നെഞ്ചിരിപ്പ് കൂടുന്നതെങ്കിൽ, ഒരു ഭയം വരുമ്പോഴോ, ഒരു ആശങ്ക വരുമ്പോഴോ, ഒരു ടെൻഷൻ വരുമ്പോഴോ, ഒരു സ്ട്രെസ് വരുമ്പോഴോ, ഒരു വിഷമം വരുമ്പോഴോ ഈ നെഞ്ചിൻ്റെ ഭാഗത്താണ് പൊതുവേ നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ നെഞ്ചിൻ്റെ ഭാഗത്താണ് മനസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയാണോ ഈ മനസ്സ് എന്ന് പറയുന്നത്? പിന്നെ എവിടെയാണ്? കരളിലല്ല എന്നുള്ള കാര്യം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ നെഞ്ചിലേക്കായി മനസ്സെന്ന് പറയുന്നത്. പക്ഷേ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ നമ്മൾ നെഞ്ചിനകത്തുമല്ല മനസ്സെന്ന് പറയുന്നത്. ഈ വേറേതോ സ്ഥലത്തുള്ള ഒരു മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അതിൻ്റെ ഒരു എഫക്റ്റ്, അതിൻ്റെ ഒരു വിഷമം വരുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, ഈ സൈഡിലാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെയാണ് മനസ്സ് എന്ന് നമ്മൾ സങ്കല്പിച്ച് പോകുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അപ്പോൾ ഏതൊരു ഭാഗത്തുള്ള മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സ് ആണെന്ന് സങ്കല്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേറെ ഏത് ഭാഗത്തായിരിക്കും നമ്മുടെ മനസ്സ് കിടക്കുക എന്നാലോചിച്ച് നോക്കൂ. നമുക്കറിയാൻ പറ്റും. പിന്നെ മറ്റൊരു ആശയമുണ്ട്, തലയിൽ കൂടെയാണ് എൻ്റെ മനസ്സ് ഓടുന്നത്, എൻ്റെ തലയിൽ കൂടെ. പക്ഷേ ഒരിക്കലും നമ്മുടെ മനസ്സ് നമ്മൾ ഇവിടെ കാണിക്കാറില്ല. എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നെഞ്ചിൻ്റെ ഭാഗത്തേ കാണിക്കാറുള്ളൂ. മൊത്തം ഒരു ഡിസ്പാരിറ്റി, ഒരു പൊരുത്തക്കേട കുറേ കാര്യങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് മനസ്സിനെ കുറിച്ച് തന്നെയാണ്. മനസ്സ് എന്താണ്, മനസ്സ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പൊതുവേ ഒരു സിമ്പിൾ ഒരു ഐഡിയോളജിക്കൽ ആശയം ഞാൻ പറയാറുണ്ട്. ഐഡിയോളജിക്കൽ ആശയം എന്ന് പറയേണ്ട കാര്യമില്ല, ഒരു ഐഡിയോളജി ഞാൻ പറയാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്നത് കവിഭാവനയിൽ പൊതുവേ ചിന്തകളുടെ ശേഖരം, നമ്മുടെ ഫീലിങ്സ്, അങ്ങനെയൊക്കെ അനുഭവങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ അനുഭവങ്ങൾ, ചിന്തകൾ, പിന്നെ എന്താ പറയുക, ചിന്തകളുടെ ശേഖരം, അങ്ങനെയൊക്കെയാണ് ശരിക്കും ഈ സാഹിത്യമായി നമ്മൾ മനസ്സിനെ കവിഭാവനയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിന്തകളുടെ ശേഖരം എന്ന് പറയുമ്പോൾ എഗെയിൻ അതൊരു പരിധിവരെ ശരിയാണ്. കാരണം എഗെയിൻ ഹൃദയത്തിൽ നിന്നും ഈ മനസ്സ് പ്രമോഷൻ നേടി, ലിവറിൽ നിന്ന് ഹൃദയം വരെ എത്തി, ഹൃദയത്തിൽ നിന്നും എഗെയിൻ പ്രമോഷൻ നേടി ചിന്തകൾ എവിടെയാണ് വരുന്നത്? നമ്മുടെ തലച്ചോറിനകത്താണ്. അപ്പോൾ മനസ്സിന് പ്രമോഷൻ കിട്ടി, നമ്മൾ എവിടെ എത്തി? തലച്ചോറ് വരെ എത്തി. പക്ഷേ തലച്ചോറിനകത്താണ് മനസ്സിനെയും കൂടെ നമുക്ക് ഈ മനസ്സെന്നുള്ള സാധനത്തിനെ നമുക്ക് തുറന്ന് കാണിക്കാൻ സാധിക്കുമോ? നമുക്കത് പുറത്തെടുത്ത് കാണിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് പിടികിട്ടാത്ത ഒരു പ്രശ്നം. ഇപ്പോൾ മനസ്സ് ശരിക്കും ഒരു പിടികിട്ടാ പുള്ളിയാണ്. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, ഞങ്ങളെ പോലുള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക്, ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ മൈൻഡുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും, ഈ മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്ന ഏതൊരു വ്യക്തിക്കും ഇന്നും കൺഫ്യൂഷനാണ്. ബിക്കോസ് ഈ മനസ്സ് എന്നുള്ള വിഷയത്തിനെക്കുറിച്ച് പൂർണ്ണമായും ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മനസ്സ് മാത്രമല്ല, ദിവസം അനുദിനം നമുക്കിപ്പോൾ ഓട്ടോമൊബൈലാണെങ്കിലും നമ്മുടെ മെഡിക്കൽ സയൻസ് ആണെങ്കിലും അനുദിനം റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡിനെ കുറിച്ചുള്ള റിസർച്ചുകളും അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും സോഫാർ ഇന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മൈൻഡിൽ ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനകത്ത് ഓടുന്ന നമ്മുടെ തോട്ട്സുമായി ബന്ധപ്പെട്ട ഏതോ ഒരു മേഖലയിൽ തന്നെയാണ്.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ ഭാഷയിൽ ഞാൻ മൈൻഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ നമുക്കറിയാൻ പറ്റും അല്ലേ, ഹാർഡ് ഡിസ്കിലാണ് എല്ലാ നമ്മുടെ ഡാറ്റ, നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഹാർഡ് ഡിസ്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഒരു പെട്ടി പോലെ ഒരു സാധനം, നമ്മുടെ മൊബൈൽ ഫോൺ പോലെ ഒരു സാധനം, ഒരു ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഈ ഹാർഡ് ഡിസ്കിനകത്താണ് നമ്മുടെ ഡാറ്റ എല്ലാം പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് വിൻഡോസ്, ഫോർ എക്സാമ്പിൾ, അതിനകത്ത് വിൻഡോസ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചു. ഓക്കെ, വിൻഡോസ് പ്രോഗ്രാം ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്ത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കി വെച്ചു, നമ്മൾ സിനിമ കയറ്റി വെച്ചു. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും അല്ലേ. പിന്നീട് നമുക്ക് സ്ക്രീനിൽ, കമ്പ്യൂട്ടറിലോ ടി വിയിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ കൊടുത്ത ഡാറ്റ നമുക്ക് വിൻഡോസ് ആണെങ്കിലും നമുക്ക് സിനിമയാണെങ്കിലും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആണെങ്കിലും MS വേർഡ് ആണെങ്കിലും ബാക്കി എന്താണെങ്കിലും നമുക്ക് ഈ സ്ക്രീനിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹാർഡ്വെയറും ഈ സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നത്. കാരണം എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഈ ഹാർഡ്വെയർ ആണ് നമ്മുടെ തലച്ചോറെങ്കിൽ ഈ തലച്ചോറിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മനസ്സ്. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ മനസ്സ് എന്ന് പറയുന്ന വിഷയം തലച്ചോറുമായി ബന്ധപ്പെട്ട ഏതോ ഒരു മേഖലയിൽ കിടക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഹൃദയത്തിലൊന്നുമല്ല മനസ്സ് കിടക്കുന്നത്. മനസ്സെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു വെച്ചാൽ തലച്ചോറിനകത്തുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ് എല്ലാം കൂടി കണക്കാക്കുന്ന ഏതോ ഒരു കോർണറിൽ, ഏതോ ഒരു ഭാഗത്തിൽ അല്ലെങ്കിൽ തലച്ചോറിൽ ഉടനീളം കിടക്കുന്ന ഒരു ഭാവനയോ നമ്മുടെ ഫീലിങ്സോ ചിന്തകളോ എല്ലാം അടങ്ങുന്ന ഒരു ഭാഗം, ഒരു കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഹൃദയത്തിലും ലിവറിലും ഒന്നുമല്ല മനസ്സ് കിടക്കുന്നത്. അപ്പോൾ ഈ മനസ്സാണ്. അപ്പോൾ മനസ്സ് മീൻസ് നമുക്കൊരു സന്തോഷം വരുന്നൊരു അവസ്ഥ. സന്തോഷം വരുന്ന അവസ്ഥയിൽ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യുന്ന എവിടെയാണ് ഫീൽ ചെയ്യുന്നത്? മനസ്സിൽ ഫീൽ ചെയ്യുന്നു. ഞാൻ മനസ്സ് എവിടെയാണ് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് സോഫ്റ്റ്വെയർ. നമുക്ക് സോഫ്റ്റ്വെയർ ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്നെ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ തൊടാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ജസ്റ്റ് പക്ഷേ കാണാം, ഫീൽ ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ്. പക്ഷേ ഞാൻ എന്നുള്ള വ്യക്തി ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്നെ സ്ക്രീനിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അത് സോഫ്റ്റ്വെയർ ആണ് അല്ലേ. പക്ഷേ ഹാർഡ്വെയർ ഞാനൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വേറൊരു ടെക്നോളജിയിലൂടെ ഇതിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് കൊടുത്ത് അങ്ങനെ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനുണ്ട്, പക്ഷേ ഞാൻ അവിടെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ എക്സാമ്പിളിൽ നിങ്ങൾ എന്നെ കാണുന്നത് ഒരു ഇൻടാഞ്ചിബിൾ ഓബ്ജക്റ്റ് ആണ്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, പക്ഷേ എനിക്ക് എന്നെ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഐ ആം ടാഞ്ചിബിൾ ഫോർ മൈ സെൽഫ്. ടാഞ്ചിബിൾ മീൻസ് ഐ ക്യാൻ ഫീൽ മൈ സെൽഫ്. ഉണ്ടോ, എനിക്ക് തല, എൻ്റെ കൈ എല്ലാം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഹാർഡ്വെയർ ആണ്. അതുപോലെ തലച്ചോറ് എന്ന് പറയുന്നത് നമുക്കൊരു ഹാർഡ്വെയർ ആണ്. ഈ ഹാർഡ്വെയറിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ടുള്ള എന്തോ ഒരു വസ്തുവാണ് നമ്മുടെ മനസ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ സംഗതി വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ മനസ്സിൽ നിന്നാണ് നമുക്ക് വരുന്ന ചിന്തകളും ഫീലിങ്സും അടങ്ങുന്ന ഒരു പാക്കേജ് നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മനസ്സ് എന്നുള്ള ഒരു വിഷയം എന്ന് പറയുന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം. സന്തോഷം വരുമ്പോഴും നമുക്കത് മനസ്സിൽ ഫീൽ ചെയ്യും, സങ്കടം വരുമ്പോഴും അതേപോലെ തന്നെ നമുക്കത് മനസ്സിലാണ് ആക്ച്വലി ഫീൽ ചെയ്യുക. അപ്പോൾ ഈ മനസ്സ് നമുക്ക് ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് തൊടാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് മനസ്സിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനെ കുറിച്ചാണ് നമ്മളിനി വരുന്ന ഓരോ വീഡിയോസിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കഷന് വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ മനസ്സ് ശക്തമാക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ മനസ്സിൻ്റെ ഏത് ഭാഗമാണ് ശക്തമാക്കേണ്ടത്? അപ്പോൾ മനസ്സെന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഈ സെഷനിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ മനസ്സെന്താണ്, അതെവിടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആശയം എന്താണ് എന്നുള്ള കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ തന്നത്. ഇനി വരുന്ന സെഷൻസിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിനെ കുറിച്ച് പഠിക്കും. ഏതൊക്കെ തരം മനസ്സുണ്ട്, അത് എങ്ങനെയാണ് മനസ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ, ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ, ഒരു സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വെല്ലുവിളി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ മനസ്സിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻടാഞ്ചിബിൾ ഓബ്ജക്റ്റ്, ഒരു ഇൻടാഞ്ചിബിൾ സാധനം, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാധനത്തിലാണ് ഞങ്ങൾ ടച്ച് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാധനത്തിൽ ഞങ്ങൾ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ടച്ചിങ്ങിലൂടെയാണ്, മൈൻഡ് ടച്ചിങ്ങിലൂടെയാണ് ഞങ്ങൾ ഈ മൈൻഡിൻ്റെ പ്രോബ്ലം ഞങ്ങൾ ഹീൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സമാധാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. അതെന്തൊക്കെയാണ്, ആ ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പഠിക്കും. അപ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് സന്തോഷവാന്മാരായിരിക്കുക, മനസ്സുകൊണ്ട് സന്തോഷവതികളായിട്ടിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾ, എക്സാംസ് വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളുടെ എക്സാമിനേഷൻ്റെ കാര്യത്തിനെക്കുറിച്ച്, എക്സാമിനേഷൻ എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് വീഡിയോ ഞാൻ കഴിഞ്ഞ വീക്ക് ഇട്ടിരുന്നു. ആ വീഡിയോ കുട്ടികൾ യൂസ് ചെയ്യുക. ന്യൂ ഇയർ മുതൽക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് ഒന്നുകൂടെ ഭംഗിയാക്കണം എന്നുള്ള വീഡിയോ അതിന് മുമ്പ് ഇട്ടിരുന്നു. അതിന് മുമ്പ് ഇത് വീഡിയോ കാണുക. പിന്നെ കൗൺസിലിംഗ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് അതിന് മുമ്പ് പോയി കാണുക. അങ്ങനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതും ആയിരിക്കും. അപ്പോൾ മൈൻഡിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾ തന്നു എന്ന് വിശ്വസിക്കുന്നു. അതിലൂടെ ഇന്നത്തെ ഈ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മനസ്സിനെ സന്തോഷമാക്കാൻ നമുക്ക് ഉതകുന്ന രീതിയിലുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, അങ്ങനെ അതിന് ഏതൊക്കെ രീതിയിലുള്ള മാർഗ്ഗങ്ങളുണ്ട്, ഇതെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അവതരിപ്പിക്കും. അപ്പോൾ യുവർ ലൈഫ് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി യുവർ ഫാമിലി കൗൺസിലർ
അഭിലാഷ് ചെമ്പത്ത്. ഇപ്പോൾ സൈനിങ് ഓഫ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ, എൻജോയ്, റിലാക്സ്.